വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തിട്ട് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുമെങ്കിൽ അതാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാവുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാവുന്ന പദാർത്ഥങ്ങളെ എന്താണ് വിളിക്കുന്നത്? ഇലക്ട്രോലൈറ്റുകൾ. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാവുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണം ഏതാണ്? സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണം സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകൾ അറിയപ്പെടുന്നത് ഇലക്ട്രോഡുകൾ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററി, അപ്പം വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകൾ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളെയാണ് നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനം. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജമാണ് പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ ആഗിരണം ചെയ്യുക ചെയ്യുന്നതെങ്കിൽ അത് വൈദ്യുത രാസപ്രവർത്തനം. നേരത്തെ പറഞ്ഞത് പ്രകാശ രാസപ്രവർത്തനം, താപരാസപ്രവർത്തനങ്ങൾ പറഞ്ഞു. ലോഹവസ്തുക്കളിൽ നിന്ന് ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇപ്പോൾ ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. ഇപ്പോൾ ഒരു ലോഹവസ്തുവിൽ വേറൊരു ലോഹം കൊണ്ടുള്ള ആവരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്ന് പറയുന്നു. ഊർജ്ജം ആഗിരണം ചെയ്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജ്ജാഗിരണ പ്രവർത്തനങ്ങളും ഊർജ്ജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ ഊർജ്ജമോചക പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഊർജ്ജാഗിരണം ചെയ്യുന്നത് ഊർജ്ജാഗിരണ പ്രവർത്തനങ്ങൾ, ഊർജ്ജം പുറത്തുവിടുന്നത് ഊർജ്ജമോചക പ്രവർത്തനങ്ങൾ. വൈദ്യുത ചാർജുള്ള കണികൾ അറിയപ്പെടുന്ന അയോണുകൾ. വൈദ്യുത ചാർജുള്ള കണികകളെയാണ് നമ്മൾ അയോണുകൾ എന്ന് പറയുന്നത്. കണികൾക്ക് വൈദ്യുത ചാർജ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ അയോണുകൾ എന്ന് പറയും.